നമുക്കിരിക്കാം. പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനത്തിൻ്റെയും ആദ്യ ഭാഗം പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. അപ്പം ഈ ജ്ഞാനം ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കാന്തന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചത് അക്ഷരാഭ്യാസമാണ്, വചനാഭ്യാസമല്ല. മനസ്സിലായോ? നമ്മളെ ഇപ്പോഴും നമ്മുടെ കാർന്നന്മാരും നമ്മുടെ വീട്ടുകാരുമെല്ലാം സിസ്റ്റർമാർ വരെ പിള്ളേരൊക്കെ പഠിച്ച് വലിയ എൻജിനീയർ ആകാൻ വേണ്ടി അവരെ പഠിപ്പിക്കാനാണ് നോക്കുന്നത്. അവരെ ദൈവത്തിൻ്റെ ജ്ഞാനം പഠിപ്പിക്കാൻ നമുക്ക് എന്ത് വ്യവസ്ഥിതിയാണെന്ന് പറയും. എന്നാൽ ഈശോ പറഞ്ഞത് എന്താ? ഈശോ പറയണത് എന്താ? അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ ദൈവത്തിൻ്റെ അപ്പത്തിനു വേണ്ടി. അതുകൊണ്ടല്ലേ നിങ്ങളതെല്ലാം വിട്ടു വന്നത്. വന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ക്ഷമിക്കണേ, നമ്മൾ കർത്താവ് ഈശോമിശിഹായ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ നമ്മളെ കെമിസ്ട്രി പഠിപ്പിക്കണു, മാത്തമാറ്റിക്സ് പഠിപ്പിക്കണു, സയൻസ് പഠിപ്പിക്കണു. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായി, പള്ളിയും വിട്ട് പട്ടക്കാരനും വിട്ട്. എന്തിനാണ് അവർ? കുറേ കാശുണ്ടാക്കി. ഞാനിത് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ഫോറിൻ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് എൻ്റെ തലയ്ക്ക്, ക്ഷമിക്കണം കർത്താവേ, നമ്മൾ പഠിപ്പിച്ചു വിട്ട ആൾക്കാരെല്ലാം അവിടെ പോയി വലിയ ആൾക്കാരായി. എന്തുണ്ടാക്കി? അവരെന്ത് കിട്ടി? അവർക്ക് കുറേ കാശ് കിട്ടി. അതുകൊണ്ട് എന്തുണ്ടായി? ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടോ? അവര് പറയും. സങ്കുചിത മനസ്ഥിതിയും സ്വാർത്ഥതയും. അവര് പിറ്റേ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ വലിയൊരു സ്ഥലം മേടിച്ചു. അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ അതിന് വലിയൊരു മതിൽ കെട്ടി. എന്തുകൊണ്ടാണ്? ഈ സ്ഥലത്തെ കോഞ്ഞാട്ടയാണ്, ഇതൊന്നും ആരും പിറക്കിക്കൊണ്ടുപോയിരിക്കാനേ. അയൽവക്കക്കാർ ഇതിനകത്ത് വന്ന് ആ നാളികേരമൊക്കെ പിറക്കിക്കൊണ്ട് പോയാലോ, അതിന് വലിയൊരു മതിൽ കെട്ടി, ലക്ഷങ്ങൾ മുടക്കി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു വലിയ ബംഗ്ലാവിന് തറ കെട്ടി. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ താങ്ങാൻ പറ്റാത്തതിലും വലിയ ഒരു ബാങ്ക് ലോൺ എടുത്ത് അവിടെ വലിയ ഒരു ബംഗ്ലാവ് കയറ്റി. അത് പൂട്ടിയിട്ട് ഇവരവിടെ പോയി ജീവിക്കണം. സ്വപ്നമാണ് എനിക്ക് നാട്ടിലൊരു ബംഗ്ലാവ് ഇട്ട്, അതിന് പലിശ അടച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിക്കോ, ശരിയാണോ അല്ലയോ പറഞ്ഞേ? ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയ പ്രധാന മെച്ചം. എന്നോട് ക്ഷമിക്കണം. അങ്ങനെ എല്ലാവരും പാവപ്പെട്ട കർത്താവിശ്വമിശിഹായുടെ തറവാട്ടിൽ നിന്നും ഹെറോദീസിൻ്റെ തറവാട്ടുകാരായി മാറി. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മൾ ഈശോമിശിഹായുടെ തറവാട്ടിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു വിടുന്നവരൊക്കെ ഹെറോദീസിൻ്റെ തറവാട്ടുകാരായി മാറി. അവര് പള്ളിയിൽ പറഞ്ഞ എന്തുകൊണ്ടത്? ഞായറാഴ്ച ഉണ്ടാ പള്ളിയിൽ പോ, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, പോ. അതുകൊണ്ട് പള്ളിയിൽ പോകണം, കുർബാന കാണാൻ പോകണം. ഇത് വേദനയോടെയാണ് ഞാൻ പറയണത്, ഭയങ്കര വേദനയോടെയാണ് ഞാൻ ഈ പറയണത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും നമ്മൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ വിനയായി മാറുകയാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇത് നിങ്ങളൊക്കെ അറിയണം, ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഈ ഭാരത സഭ, കേരള സഭ, തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യത്തിലുള്ള സഭ. സഭ എന്ന് പറഞ്ഞാൽ ദൈവജനം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ പറയണത്. സഭ എന്ന് പറഞ്ഞാൽ ദൈവജനം. ഞാൻ മെത്രാന്മാരെയോ അച്ഛന്മാരെയോ ഒന്നും കുറ്റം പറയല്ല, ദൈവജനത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഈ ദൈവജനത്തിൻ്റെ ഈ സഭ 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭ. 30-31 രൂപതകളുണ്ട്. അതിന് 5000 ഇടവകകളുണ്ട്. 5000 ഇടവകൾക്ക് 6000 സ്കൂളുകളുണ്ട്. ഇതൊക്കെ ഇൻ്റർനെറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതാണ്. അതിന് ആനുപാതികമായിട്ട് ട്രെയിനിങ് കോളേജുകളുണ്ട്,
ഡിഗ്രി കോളേജുകളുണ്ട്, സയൻസ് കോളേജുകളുണ്ട്, നഴ്സിംഗ് കോളേജുകളുണ്ട്, മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്, ഹോം സയൻസ് കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. എന്നാൽ ഒരു ബൈബിൾ കോളേജ് പോലും ഈ സഭയ്ക്കില്ല. ഒരു ബൈബിൾ കോളേജ് പോലും. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്താ? CMC-കാർക്ക് കഴിയാഞ്ഞിട്ടാണോ? CMI-കാർക്ക് കഴിയാഞ്ഞിട്ടാണോ? ഡോൺ ബോസ്കോക്കാർക്ക് കഴിയാഞ്ഞിട്ടാണോ? പിന്നെ ഏതാണുള്ളത്? എല്ലാ സഭകൾക്കും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, സ്ഥലമുണ്ട്, ബിൽഡിങ് വെറുതെ കിടക്കുന്നുണ്ട്, സ്റ്റാഫുണ്ട്, ദൈവശാസ്ത്ര ബിരുദം നേടി അനേകം വൈദികരും സന്യസ്തരുമുണ്ട്. എല്ലാ രൂപതയ്ക്കും ഇതൊക്കെ ഉണ്ടാകണമെന്ന് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് കഴിഞ്ഞിട്ട് ഇത്ര ഓരോ രൂപതയ്ക്കും അൽമായരെ ഇതുപോലെ ദൈവവചനം പഠിപ്പിക്കുന്നതിനാവശ്യമായ ഫോർമേഷനും ബൈബിൾ കോളേജുകളൊക്കെ ഉണ്ടാവണമെന്നുണ്ട്. അതൊക്കെ അവിടെ എഴുതിയ മാതിരി തന്നെയുണ്ട്. നമ്മളിവിടെ കാശ് കിട്ടുന്ന പ്രസ്ഥാനത്തിന് ആൾക്കാരുണ്ട്. ഇപ്പം ഇത് പഠിപ്പിക്കാൻ നിങ്ങൾ കോളേജ് തുടങ്ങാമെന്ന് വെച്ചാൽ തന്നെയും അവരാദ്യം ചോദിക്കും, എന്നാ കിട്ടാനാ ഇത് പഠിച്ചിട്ട്? ഞാൻ 25 വർഷമായിട്ട് ഞാൻ തന്നെത്താൻ ഇരുന്ന് ബൈബിൾ പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. ഇങ്ങനെയുള്ളൊരു 10,000 തോമസ് പോൾ ഉണ്ടെങ്കിൽ കർത്താവ് അവരെ പോറ്റുകയില്ലയോ? ഇതാണ് നമ്മൾ സഭയിൽ വാർത്തെടുക്കേണ്ടത്. ഞാൻ പറയും, ഈ ഡിഗ്രി കോളേജുകളുടെ എല്ലാം ക്യാൻസൽ ആകട്ടെ, എന്നിട്ട് അവിടെയെല്ലാം ബൈബിൾ കോളേജ് ഉണ്ടാകട്ടെ. അങ്ങനെയൊക്കെയുള്ള വല്ല BJP നിയമം വരാണെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. ഈ വചനം പഠിക്കുകയാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയണത്. വചനം പഠിച്ച് ഇവരെല്ലാവരെയും വചന പ്രഘോഷകരാക്കുകയാണെങ്കിൽ അതിലും ജീവിക്കാൻ പറ്റും. എൻ്റെ മകളെ തിയോളജി പഠിച്ച് അവൾ ലൈസൻഷ്യേറ്റ് എടുത്തിട്ടുള്ള മകളും അവളുടെ ഭർത്താവും. ഒരുപക്ഷെ അപ്പോൾ അങ്ങനെ ഒരു വശമുണ്ട്. ഞാനീ പറയണതിൻ്റെ കാര്യം, നമ്മൾ ലൗകിക ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അതിനുവേണ്ടി എന്തോരം യൂണിവേഴ്സിറ്റി, ഈ കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ടെക്നോമെട്രി പഠിക്കുന്നത് മുഴുവനും ദൈവശാസ്ത്രമാണോ അതോ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണത്? എന്നാൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം പഠിക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും സൃഷ്ടിയെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ച് ഇവരെല്ലാം തലേക്കല്ലന്മാരായി മാറിയിരിക്കുന്നു, ഹൃദയമില്ലാത്തവരായി മാറിയിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും, അവരോട് പോലും ഇത്രയും പഠിപ്പിച്ച് കഷ്ടപ്പെട്ട ചില അമ്മമാർ പറയാണ്, എൻ്റെ ബ്രദറെ, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ പോസ്റ്റ് ഗ്രാജുവേഷന് വിട്ടത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവൻ വേറൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അവരങ്ങ് മാറി താമസിച്ചു. ഞാൻ വിചാരിച്ചു ഇവർ എൻ്റെ കൂടെ താമസിച്ച് ഞങ്ങളെല്ലാം സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നു. ഒരമ്മ പറയാണ്, അവനങ്ങ് മാറി താമസിച്ചിട്ട് ഞങ്ങൾക്കൊരു ഫോൺ വിളിക്കണ പോലുമില്ല. ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങളിപ്പോൾ വയസ്സായില്ലേ? ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ഈ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ അവർ നോക്കേണ്ടതല്ലേ? ഞങ്ങൾക്ക് ചെലവിന് പോലും കാശ് തരുന്നില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടി കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ പഠിപ്പിച്ച് വിട്ട മക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കല്യാണമായി ജീവിച്ച് അവരവരുടെ കാര്യം നോക്കിപ്പോകും. എത്ര നിങ്ങൾ അങ്ങനെ ഒരു സർവേ നടത്തിയൊന്ന് നോക്ക്. എത്ര മാതാപിതാക്കളാണ് കണ്ണുനീര് കുടിക്കുന്നത്? അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ ഒരു സിലബസ് ഇല്ല. ഈ മാതാപിതാക്കളോട് എങ്ങനെ ബഹുമാനിക്കണം, കുടുംബജീവിതം എങ്ങനെ നടത്തണം, ഭാര്യാഭർത്തൃ ബന്ധം തന്നെ എങ്ങനെ വേണം, ഇതൊന്നും നമ്മുടെ 20 വർഷത്തെ എഡ്യൂക്കേഷൻ ഇയറിൽ ഇതൊന്നുമില്ല. ഒരു പീരീഡ് പോലും ഇല്ല ഇത് പഠിപ്പിക്കാൻ. കുറച്ച് ദിവസം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായത്. ഇതാണ് ഞാനിതെല്ലാം പറയുന്നത്. ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഭയങ്കര സ്കോളർലി ആയിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി,
അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് അവളെ പഠിപ്പിച്ചു. സ്കോളറാണ്, PhDക്ക് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കെ ഈ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ചെറുക്കൻ ഷോർട്ട് ടൈം 6 മാസത്തേക്ക് കോഴ്സിന് പോണവരാണ്. അവരവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. അപ്പം ഇവൻ്റെ ബുദ്ധി എന്താണ്, ഈ സിറ്റിസൺഷിപ്പ് ഉള്ള ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ടൊന്ന് സ്നേഹിച്ച് കിട്ടിയാൽ ഇവന് വിസ കിട്ടും അവിടെ. ഇതൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. കുറച്ച് ദിവസം ഇദ്ദേഹം എനിക്ക് ഫോൺ വിളിച്ച് പറയാൻ, ബ്രദറെ എൻ്റെ മോള് കുറച്ച് നാളായിട്ട് ഫോൺ വിളിക്കണമില്ല, അവളുടെ ഒരു വിവരമില്ല, ഒന്ന് പ്രാർത്ഥിക്കുക ബ്രദർ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പോയി അന്വേഷിക്കുക. അയ്യോ, അവള് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് വരാൻ, അവൾ ഇങ്ങോട്ട് വരാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തപ്പനാണ്, നിങ്ങളുടെ മകളെ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അവൾ പറയാൻ നോക്കിയിരിക്കണോ? ഈസ്റ്റർ ആയിട്ട് അവൾ വന്നില്ല, നിങ്ങൾ പോ, അങ്ങോട്ട് പോകാല്ലേ? ആ പോ. അവിടെ ചെന്ന് ഇപ്പം എന്താ അങ്ങേര് പറയാണ്, ഞാൻ ബോധം കെട്ടുപോയി, എൻ്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് 3 മാസമായി, അവൾ ഹോസ്റ്റലിലില്ല, PhD കാര്യ. അവള് ഈ ചെറുക്കനുമായിട്ട് രജിസ്റ്റർ കല്യാണം കഴിച്ച് പുറത്ത് ജീവിക്കണമെന്ന്. ഈ അപ്പൻ ഇപ്പോഴും എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട്, സാധാരണ അമ്മമാര് വാവിട്ട് കരയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരപ്പൻ ഇതുപോലെ കരയണത് ഞാൻ വളരെ അപൂർവമാണ് കേട്ടേക്കണത്. എൻ്റെ ബ്രദറെ, ഞാൻ എന്തോരം താലോലിച്ച് ഇവരെ വളർത്തി, ഇവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. അവള് അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മുറിച്ച് ഈ പന്ന ചെറുക്കൻ്റെ കൂടെ പോയില്ലേ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പറയണത് ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് കൊടുത്തു എന്നത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, എന്ത് കൊടുക്കാതിരുന്നു എന്ന് മനസ്സിലാക്കണം. ബ്രദറെ, ശരിയാണ് ബ്രദറെ, ഇപ്പം എനിക്ക് മനസ്സിലായി. എന്ത് കൊടുക്കാതിരുന്നു? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. സയൻസ്, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി പഠിച്ച് PhD എടുത്തത് കൊണ്ടൊന്നും മനുഷ്യൻ്റെ ആത്മാവിന് രക്ഷയോ സന്തോഷമോ ജീവനോ കിട്ടില്ല. വേറൊരു വീട്ടുകാർ പറയാണ്, അവരുടെ മകളെ അവള് ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച് മുസ്ലിമായി ഡാക്കയ്ക്ക് പോയി കളഞ്ഞു. നമ്മുടെ പെങ്കൊച്ചേ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് ഇവരൊക്കെ. വേറൊരു അമ്മ പറയാണ്, എൻ്റെ ഭർത്താവ് ഒരു PhD ആണ്, അങ്ങേര് കമ്പ്യൂട്ടറുമായിട്ട് അങ്ങേരുടെ മുറിയിൽ, മകളും PhD ആണ്, അവൾ കമ്പ്യൂട്ടറുമായിട്ട് അവളുടെ മുറിയിൽ, മകൻ PhDക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ കമ്പ്യൂട്ടറായിട്ട് അവൻ്റെ മുറിയിൽ. ഞാൻ ഈ ഒരു വേലക്കാരിയുടെ മാതിരി എല്ലാം ഉണ്ടാക്കി വെക്കണു. എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയമില്ല. കൂടി വന്നാൽ അവർ വന്നിട്ട് എടുത്തുകൊണ്ട് വേഗം ആ മുറിയിലേക്ക് കൊണ്ടുപോകും, അവരവരുടെ മുറിയിലേക്ക്. എന്ത് ജീവിതം! നിങ്ങൾക്കിതൊന്നും അറിയില്ലായിരിക്കും, അതുകൊണ്ട് പറയണതാ. ഇതൊക്കെ അറിയണത് നല്ലതാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും പഠിപ്പിക്കേണ്ട ഇവന്മാരൊന്നും. സത്യമായിട്ട് ഞാൻ പറയാണ്, ഇവരെല്ലാം തോക്കട്ടെ. തോൽക്കുമ്പോഴാണ് ഒരു ആത്മധൈര്യം ഉണ്ടാവുന്നത്. SSLCക്ക് റാങ്ക് കിട്ടിയ കുട്ടി എൻട്രൻസിന് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പം എന്ത് പഠിപ്പീരാണ് നമ്മൾ പഠിച്ചത്? എന്നെ ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലിക്ക് എടുത്തപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ടൊന്നുമല്ല അയാൾ എടുത്തത്, ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ എടുത്തത്? അയാൾ പറയാണ്, ഡു യു നോ എ ഫുട്ബോളർ ഹാസ് ടു ഫെയിൽ. ഒരു ഫുട്ബോളർ 100 പ്രാവശ്യം തോറ്റാലേ ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. തോൽവിയിലാണ് ഒരുവന് ആത്മധൈര്യം ഉണ്ടാകുന്നത്, വിജയത്തിലല്ല. പ്രൈസ് ദ ലോർഡ്. നമ്മളെല്ലാവരെയും ഭയങ്കരമായിട്ട് വിജയിക്കും ഫ്ലെക്സ് അടിച്ച് ഭയങ്കര അടിപൊളി. അത് കഴിഞ്ഞ് ഒരു ദിവസം തോക്കുമ്പോൾ കാണാം ഇവരെയൊക്കെ. തോക്കുമ്പോൾ ആത്മധൈര്യം കിട്ടുന്ന പഠിപ്പിൽ വല്ലതും ഉണ്ടോ നമുക്ക്? അതുകൊണ്ടാണ് ഞാൻ പറയണത്, എല്ലാവരും തോൽക്കണം. കർത്താവ് ഈശോ മിശിഹ തോറ്റ ഈശോ മിശിഹയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ആണിയടിച്ച പട്ടാളക്കാർ ഇവരെല്ലാവരും കൂടി അവനെ ഞങ്ങൾ കൊന്നൊന്നും പറഞ്ഞുകൊണ്ട് കുഴിച്ചിട്ടു. അവർ വിചാരിച്ചു ഞങ്ങൾ ഇവനെ തോപ്പിച്ചു. 3-ാം ദിവസം ഇയാൾ എഴുന്നേറ്റ് വന്നേക്കണം. എടാ, ഇവനല്ലേ നമ്മൾ കൊന്നു കളഞ്ഞത്, അവനെങ്ങനെ എഴുന്നേറ്റ് വന്നു? ഇതാണ് ക്രിസ്തീയത. അപ്പോൾ ഞാനിതെല്ലാം പറയുമ്പോൾ ഭയങ്കര വേദനയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം ഇങ്ങനെ പോയാൽ പോരാ.
നമ്മൾ ദൈവിക ജ്ഞാനം പകരാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോ സ്കൂളിൽ, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ വിദ്യാലയത്തിൽ 3000 പിള്ളേർ പഠിക്കുന്ന വിദ്യാലയത്തിൽ അവിടുത്തെ തൂപ്പുകാരി പോലെയുള്ള ഒരു പെണ്ണിന് ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇച്ചിരി ചില്ലറ കാശോ 2000-3000 രൂപ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരാളെ ഒരു മുറിയിൽ ആരും കാണാതെ വിളിച്ചിരുത്തിയിട്ട് നീ വചനം വായിച്ച് ഈ കുട്ടികളെല്ലാവരിലും ജ്ഞാനം നിറയട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ആരും അറിയണ്ട. കന്യാസ്ത്രീമാർക്കൊന്നും അതിന് സമയമില്ല. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര ക്വാളിഫൈഡ് ആണ്, നമ്മൾക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. പക്ഷേ ഒരു സാധാരണ നാട്ടുകാരി പെണ്ണിനെ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണിനെ നീ ഇവിടെ ഇരുന്നിട്ട് ഈ യോഹന്നാന്റെ സുവിശേഷം മോനെ വായിച്ചുകൊണ്ടിരുന്നോ, എന്നിട്ട് ഈശോയെ ഈ വചനം ഈ കുട്ടികളിൽ എല്ലാവരുടെയും ചെല്ലണേ. 100% ഭയങ്കരമായിട്ട് കാര്യങ്ങൾ നടക്കും അവിടെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം കൊണ്ടാണ്. ഞാൻ ഈ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം കൊണ്ട് പറയുമ്പോൾ ആ ബൈബിൾ എന്താ, നമ്മൾ ഈ നമ്മുടെ സീറോ മലബാർ മലങ്കര കുർബാന പോലെ ബൈസെൻറ്റൈൻ കുർബാനയിൽ വൈദികൻ സുവിശേഷം വായിക്കുന്നതിന് മുൻപ് മദ്ബഹായിൽ നിന്ന് സുവിശേഷവുമായിട്ട് ഇങ്ങനെ വന്നിട്ട് വൈദികൻ ഉച്ചത്തിൽ പറയുന്ന ഇതാണ്: Wisdom be attentive. ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഗ്രീക്കിലാണത് കേൾക്കേണ്ടത്. സോഫിയ ഓർത്തി. സോഫിയ സിസ്റ്റർ ഓടി വരുമോ? ഇല്ല. സോഫിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ഓർത്തി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ. സോഫിയ ഓർത്തി, അതായത് ഇത് ജ്ഞാനമാണ്. എന്ത്? ഈ യേശുവിൻ്റെ വചനം. ആ ജ്ഞാനം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും വിളിച്ചു വയ്ക്കാൻ പറഞ്ഞോട്ടോ. ആ ജ്ഞാനം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതാണ് വെളിവു നിറഞ്ഞോ നിൻ വെളിവാൽ കാണുന്നു വെളിവിയടിയാരഖില താരമതാം വെളിവും നീ. നമ്മുടെ മക്കൾക്ക് ജ്ഞാനം കൊടുക്കുന്നില്ലെങ്കിൽ അവരെല്ലാവരും വേറെ ഡയറക്ഷനിൽ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെന്ന് മാത്രമല്ല എല്ലാവരും, അച്ഛന്മാരായാലും കന്യാസ്ത്രീകളായാലും മാതാപിതാക്കളായാലും ദൈവിക ജ്ഞാനമാണ് യേശു കൊണ്ടുവന്നിരിക്കുന്നത്. ഉത്ഭവപാപത്തിൻ്റെ കാരണം തന്നെ എന്താണ് ഉത്ഭവപാപം? നന്മ തിന്മകളുടെ തിരിച്ചറിവ് ആർക്ക് മാത്രം പറ്റുന്നതാണത്? ദൈവത്തിന് മാത്രമുള്ളതാണത്. അത് അവൻ അറിയാൻ പരിശ്രമിക്കുകയാണ് ചെയ്തത്. അതാണ് ഇഗ്നറൻസ്. ആ ഒറിജിനൽ ഇഗ്നറൻസിനെ റിഡീം ചെയ്യാൻ വേണ്ടിയാണ് യേശു ജ്ഞാനമായിട്ട് വന്നത്. അവർക്ക് ഇല്ലാതിരുന്നത് ഇതായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രധാന ഇഗ്നറൻസ്? പിശാചു എന്ന് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ, ആഹാ അത് നല്ല ഐഡിയ ആണല്ലോ. ഏത് പിശാചിൻ്റെ അടുക്കെന്ന് കേൾക്കേണ്ടിയിരുന്നു ഈ ഐഡിയയെ. മനസ്സിലായോ? മാത്രമല്ല എന്തായിരുന്നു അതിൻ്റെ ഇഗ്നറൻസ്? അവൻ ദൈവത്തെ പോലെ ആയിരുന്നു. അവൻ ആരായിരുന്നു? ദൈവത്തെ പോലെ ആയിരുന്നു. അത് അവൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ പിശാച് പറഞ്ഞപ്പോൾ നീ ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആകുമെന്ന്. അവൻ ആ ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ പറഞ്ഞില്ല, പോടാ പുല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ദൈവത്തെ പോലെയാണ്. ഇതല്ലേ ഇന്നും നമ്മുടെ പ്രശ്നം. നമ്മൾ ആരെ പോലെയാണ്? നമ്മളിപ്പോൾ ആരെ പോലെയാണ്?
ദൈവത്തെ പോലെയാണ്. സ്വർഗം ഇവിടെ തന്നെ നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ട്. എന്നിട്ട് നമ്മൾ സ്വർഗം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കിട്ടിയോ? സ്വർഗം കിട്ടിയോ? ഈശോമിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും പാപമോചനത്തിനുമായി നൽകപ്പെടുന്നു. കിട്ടിയോ? പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ട് ഒന്നും കിട്ടാത്ത മാതിരിയാണ് നടക്കണേ നമ്മൾ. അപ്പോൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ഖജാന തുറക്കുന്നതിനെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എഫേസോസുകാർക്ക് ഇത് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് ഇത് നടന്നു കഴിഞ്ഞിരിക്കുന്നുവോ? ഒന്നുകൂടി വായിച്ചത് എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞു വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒറ്റ വചനത്തെ നിങ്ങൾ മുറുക്കെ പിടിച്ചോ. ഈ വിശുദ്ധ കുർബാനയുടെ ആരാധന സമയത്ത് നമ്മുടെ ഉള്ളിൽ അണപൊട്ടി ഒഴുകേണ്ടതാണ് ഈ ജ്ഞാനം. ഈ വെളിപാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ നമുക്ക് കൂദാശകളിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു, ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തുറക്കണം. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ വരുവിൻ. നമുക്ക് ഈശോയെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അച്ഛൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരാണ് ഈശോ? ജ്ഞാനത്തിൻ്റെ അച്ഛനുണ്ടോ? ഇവിടെ ഉണ്ട്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി. അതാണ് ഈ ഈശോയെ നോക്കുമ്പോൾ തന്നെ ഈശോയിൽ നിന്നൊഴുകുന്ന ഈ ജ്ഞാനം നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ നിറയണം. ആ ബോധ്യത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.